ഇത്രയും കാലമുള്ള ബുദ്ധിമുട്ട് ഹോസ്പിറ്റലുകൾക്ക് എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രട്ടോ വന്നാൽ ടേക്ക് ഓവർ ചെയ്യാൻ ആളുകളില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റീവ് അല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ചില മോഡലുകൾ മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ചെറുകിട ഹോസ്പിറ്റലുകൾ ചെയ്യുന്ന ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളോടുള്ള ഹോസ്പിറ്റൽ നടത്തൽ മാറിയിട്ട് ഒരു വ്യവസ്ഥാപിതമായ കപ്പാസിറ്റിയിലുള്ള ഹോസ്പിറ്റൽ നടത്തുന്ന രീതി നമ്മൾ കൊണ്ടുവരേണ്ടിയിരുന്നു. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ മാറ്റങ്ങൾ സമീപകാലത്ത് വന്ന ഓൾ ഇന്ത്യ ലെവലിൽ, കേരളത്തിൻ്റെ ലെവലിലും മലബാർ കാലിക്കറ്റ് റീജിയൻ്റെ ലെവലിലും വരുന്ന മാറ്റങ്ങൾ ഒരേ സമയം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട അതും എന്നാൽ അവസരങ്ങളുമാണ്. അതേസമയം ചെറിയ ത്രെട്ടുകളോടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യമായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ ഉള്ള ഹോസ്പിറ്റലുകൾ നന്നായി എഫിഷ്യൻ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അത് അവരുടെയും കൂടെ ഒരു ബാലൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും എന്നാൽ നല്ല ടെക്നോളജിയുള്ള ഹോസ്പിറ്റലുകളുടെ അവൈലബിലിറ്റി കൂടുതൽ ഹെൽത്ത് സെക്ടർ അപ്രോച്ചബിൾ ആക്കുകയും അതേപോലെ തന്നെ അവൈലബിൾ ആക്കുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം റീസെൻ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പ് മാക്സ് ഹെൽത്ത് 2018 ടേക്ക് ഓവർ ചെയ്യുന്നു, 2022 എക്സിറ്റ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് 5 ടൈംസാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ആ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ചൂട് പിടിച്ചിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ KKR ബ്ലാക്ക് സ്റ്റോണും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനർത്ഥം അത്രയും വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇന്ത്യൻ മാർക്കറ്റിലും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ കേരള മാർക്കറ്റിലും ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് നിലവിൽ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അടുത്തൊക്കെ കൺസൾട്ടേഷന് വരുന്നുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയറിലുള്ള ഓൺട്രപ്രണേഴ്സാണ്. അപ്പോൾ അവർക്ക് അത് വലിയ ഫിയറുണ്ട്. പക്ഷെ ഇത് ഫിയറിന് പകരം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങളെ സ്ഥാപനങ്ങളെ നല്ല സാധ്യതയുള്ള രീതിയിൽ, പിന്നെ നമ്മളിപ്പം ഫ്രം ദ ആർക്കിടെക്ചർ മുതൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് മുതൽ ബ്രാൻഡ് ബിൽഡിംഗ് മുതൽ കസ്റ്റമർ മാനേജ്മെൻറ്റ് മുതൽ ഉള്ള സൗകര്യത്തിൽ നന്നായിട്ട് കെയർ ചെയ്ത് ഒരു വാല്യൂ ഉള്ള സംഭവമാക്കി മാറ്റുകയാണെങ്കിൽ, ഇത്രയും കാലമുള്ള ബുദ്ധിമുട്ട് ഹോസ്പിറ്റലുകൾക്ക് എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രട്ടോ വന്നാൽ ടേക്ക് ഓവർ ചെയ്യാൻ ആളുകളില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റീവ് അല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് ഇനി ഹെൽത്ത് കെയർ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റീവ് ആവുകയും അങ്ങനെ കൂടുതൽ ഓൺട്രപ്രണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലേക്ക് വരാനുള്ള സാധ്യത തുറന്നു തരികയും ഈ സാഹചര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആശാവഹമാണ്. അതുപോലെ തന്നെ കൂടുതൽ ടെക്നോളജികൾ വരുമ്പോൾ അവൈലബിലിറ്റി കൂടും. വലിയ ഇന്നോവേഷൻസും സോഫ്റ്റ്വെയർസും മാർക്കറ്റിൽ കൊണ്ടുവരുമ്പം അതിൻ്റെ സാസ് മോഡൽസൊക്കെ നമ്മുടെ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള ചില മോഡലുകൾ മൊത്തത്തിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെടും. നമ്മളിപ്പോൾ നാട്ടുപുറത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറുകിട ഹോസ്പിറ്റലുകൾ ചെയ്യുന്ന ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളോടുള്ള ഹോസ്പിറ്റൽ നടത്തൽ മാറിയിട്ട് ഒരു വ്യവസ്ഥാപിതമായ കപ്പാസിറ്റിയിലുള്ള ഹോസ്പിറ്റൽ നടത്തുന്ന രീതി നമ്മൾ കൊണ്ടുവരേണ്ടി വരും. എക്സാമ്പിൾ, നമ്മളിപ്പം സിംഗിൾ ക്ലിനിക്ക് യൂണിറ്റും ചെറിയ ഹോസ്പിറ്റലുമായിട്ട് ചെയ്യുന്ന രീതി മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല ബുട്ടീക്ക് ഹോസ്പിറ്റലുകൾ സെമി അർബൻ ഏരിയകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബുട്ടീക്ക് ഹോസ്പിറ്റലുകൾക്ക് നല്ല കപ്പാസിറ്റി, ഇപ്പം OT 1-2 OT ഉള്ള അത്യാവശ്യം സ്പെഷ്യലിസ്റ്റുകൾ വീക്ക്ലി 1 or twice വിസിറ്റിംഗ് ഉള്ള നല്ല ഹോസ്പിറ്റലുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഹോസ്പിറ്റലുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യപ്പെടാനും അതൊരു വലിയ ഹോസ്പിറ്റലുകളായി മാറാനുള്ള സാധ്യതയും ഉണ്ട്. രണ്ടാമത്, ഈ മേഖലയുടെ അട്രാക്ഷൻ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 3, ഇതിനെ ബാലൻസ് ചെയ്യാൻ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ ചെയ്യേണ്ടത്. ഗവൺമെൻറ് ലെവലിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ലെവലിലുമുള്ള നല്ല വ്യവസ്ഥാപിതമായ ഹോസ്പിറ്റൽ സംവിധാനം, ടെക്നോളജികൾ നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് അഡോപ്റ്റ് ചെയ്തിട്ട് ഇതൊരു വലിയ കോമ്പറ്റീഷൻ മാർക്കറ്റായി വരുന്ന സമയത്ത് സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ്സിനും ഗവൺമെൻറ് സെക്ടറിൽ തന്നെ അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള പ്രൈസിങ്ങും അതിനനുസരിച്ചുള്ള ഒരു കെയർ കൊടുക്കാനും ഈ വലിയ ഹോസ്പിറ്റലുകളും നിർബന്ധിക്കപ്പെടും. ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്, ഇനി പ്രധാനപ്പെട്ട ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ KKR വരുന്നു, അവർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്യുന്നു, അവർ ബേബി ടേക്ക് ഓവർ ചെയ്യുന്നു, ബേബി ത്രൂ മേത്ര എടുക്കുന്നു, വടകര സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സംവിധാനങ്ങളൊക്കെ കൂടെ ചെയ്യുന്ന സമയത്ത് ഒരു കൺസോളിഡേഷൻ വരുന്നുണ്ട്. ഈ കൺസോളിഡേഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ കുറേ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള കുറേ അൺടാപ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട്. ഈ അൺടാപ്ഡ് ഓപ്പർച്യൂണിറ്റീസിനെയും കൂടി ടാപ്പ് ചെയ്യാൻ ചെറുകിട മീഡിയം ലെവൽ ഹോസ്പിറ്റലുകൾ അതിനുവേണ്ടി ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
ഡെഫിനറ്റ്ലി അത് വലിയ റവല്യൂഷൻ ഈ മാർക്കറ്റിലുണ്ടാക്കും. അത് നമ്മുടെ ഹെൽത്ത് ടൂറിസത്തിൻ്റെ GDP കോൺട്രിബ്യൂഷന് നല്ല സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ട്രാവലടക്കം ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയുടെ കോൺട്രിബ്യൂഷൻസിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മലബാർ റീജിയനെയും അതേപോലെ കേരളത്തിനെയും കുറേ കൂടി നല്ല റെസ്പോൺസിബിളായ ഹെൽത്ത് കെയർ കൊടുക്കുന്ന ഒരു സംവിധാനമാക്കി നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഈ മാറ്റങ്ങൾ ആശാവഹമാണ്. പക്ഷേ മാറ്റങ്ങളുടെ കൂടെ ഗവൺമെൻറ്റും കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകളും കുറച്ചും കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് ചെറുകിട ഹോസ്പിറ്റലുകൾക്ക് സ്മാർട്ടായി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അവസരമായിട്ട് മാറും. അതല്ല ഇതിനെ പേടിച്ച് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ത്രെട്ടായി മാറുകയും ചെയ്യും.